എൻ്റെ മോൻ 8 മന്ത് പ്രഗ്നൻസി ആയിരുന്നു. അപ്പം സ്കാൻ ചെയ്തതിന് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് 8-ാം മാസത്തിൻ്റെ വളർച്ച പോലുമില്ല, ഇങ്ങനൊരു കുഞ്ഞിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, 2 ആഴ്ച കഴിക്കാൻ ഞാനൊരു പൊടി തരാം, എന്നിട്ട് നമുക്ക് തൂക്കമാകുന്നില്ലെങ്കിൽ കുഞ്ഞിനെ പെട്ടെന്ന് സിസേറിയൻ ചെയ്തെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള പുറത്തുനിന്നുള്ള എന്തെങ്കിലും കൊടുത്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അത് അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പിറ്റേ ദിവസം ഞാൻ അലോഫിസ് അച്ഛനെ കാണാൻ ഞാനും ഹസ്ബൻഡും മൂത്ത മോനുണ്ട്, അവനും എൻ്റെ അമ്മയും കൂടെ വന്നു. അപ്പോൾ അച്ഛൻ എന്നോട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നീ പേടിക്കില്ലടി, തൂക്കക്കുറവിൻ്റേതായ ഒരു പ്രശ്നവും നിൻ്റെ കുഞ്ഞിനുണ്ടാവില്ല, നീ ധൈര്യത്തോടെ പോയിക്കോ. പക്ഷെ എനിക്കതൊരു കേട്ടിട്ട് എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു അച്ഛാന്ന് ഞാൻ പിന്നെയും വിളിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു നീ പേടിക്കണ്ട, ഞാൻ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച ഈ പൊടി കഴിച്ച് 2 ആഴ്ച സ്കാൻ ചെയ്തപ്പോൾ എഗെയിൻ അത് തന്നെ കുഞ്ഞിന് ചെറുതായിട്ടൊരു തൂക്കത്തിൻ്റെ വേരിയേഷൻ വന്നിട്ടുള്ളൂ, എന്നിട്ടും എൻ്റെ കുഞ്ഞിന് തൂക്കമില്ല. അപ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞ് അഡ്മിറ്റ് ആയിക്കോ, ഇഞ്ചക്ഷൻ ചെയ്ത് നമുക്ക് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയിക്കോ, തൂക്കക്കുറവുണ്ടെങ്കിലും നിൻ്റെ കുഞ്ഞിന് തൂക്കക്കുറവിൻ്റേതായ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ജനുവരി 10-ന് എൻ്റെ കുഞ്ഞിനെ സിസേറിയൻ ചെയ്തെടുത്തു. പക്ഷേ എൻ്റെ കുഞ്ഞിന് തൂക്കക്കുറവുണ്ടായിരുന്നു. ഈ നേരം വരെ എൻ്റെ കുഞ്ഞിന് തൂക്കക്കുറവിൻ്റേതായ ഒരു പ്രശ്നങ്ങളും എൻ്റെ കുഞ്ഞിന് ദൈവം സഹായിച്ചുണ്ടായിട്ടില്ല. എനിക്ക് ഈ വലിയ അനുഗ്രഹം തന്നതിന് തിരുക്കുമാരനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. കുഞ്ഞിൻ്റെ പേര് ലൂക്ക എന്നാണ് ഞങ്ങൾ ഇട്ടത്. കുഞ്ഞിനെ കണ്ടോ? മാതാവിൻ്റെ കുഞ്ഞിനെ എല്ലാവർക്കും ടാറ്റ കൊടുക്കാനായോ? പ്രിയപ്പെട്ട